Hey all, welcome back to Happy School. അപ്പോൾ ഷുവർ A+ ക്വസ്റ്റ്യൻ സീരീസിലെ നെക്സ്റ്റ് ചാപ്റ്റർ നമ്മൾ നോക്കാൻ വേണ്ടി പോവാണ് കെമിസ്ട്രിയിലെ. സോ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം. അപ്പോൾ ചാപ്റ്റർ 2 ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ചാപ്റ്റർ പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ഷുവറായിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, methane reacts with chlorine in the presence of sunlight. This reaction is an example of. അപ്പോൾ മീഥേനും ക്ലോറിനും റിയാക്ട് ചെയ്യുക ലൈറ്റിൻ്റെ പ്രസൻസിൽ. മീഥേൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം CH4. ക്ലോറിനും റിയാക്ട് ചെയ്യാണ് ലൈറ്റിൻ്റെ പ്രസൻസിൽ. ലൈറ്റിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ് സംഭവിക്കുക. ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ക്ലോറിൻ വരും. അപ്പോൾ CH3Cl എന്നാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇത് എന്തിൻ്റെ എക്സാമ്പിളാണ്? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനുള്ള എക്സാമ്പിളാണ്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് ഡസ് നോട്ട് അണ്ടർഗോ അഡീഷൻ റിയാക്ഷൻ? അഡീഷൻ റിയാക്ഷൻ നടക്കാത്ത കോമ്പൗണ്ട്സ്. അഡീഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിലേക്ക് നമ്മൾ ഹൈഡ്രജൻ ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ബ്രേക്ക് ചെയ്തിട്ട് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് അഡീഷൻ റിയാക്ഷൻ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിളിൽ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആണ് അഡീഷൻ റിയാക്ഷൻ നടക്കുള്ളൂ. ബട്ട് C2H6 എന്ന് പറയുന്നത് എന്താണ്? ഒരു ആൽക്കേൻ അല്ലേ, ഒരു സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ അല്ലേ. അപ്പോൾ അതിൽ അഡീഷൻ റിയാക്ഷൻ നടക്കുമോ? ഇല്ല. സോ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Compound X reacts with hydrogen molecule to form ethene. Which of the following compound is likely to be X? അപ്പോൾ ഇവിടെ X എന്ന് പറഞ്ഞ ഒരാൾ ഹൈഡ്രജൻ മോളിക്യൂളുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഈഥീൻ ആണ് ഉണ്ടാകുന്നത്. ഈഥീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH2 ഡബിൾ ബോണ്ട് CH2. ഓക്കെ, അപ്പോൾ ഒരു അഡീഷൻ റിയാക്ഷനാണ്. അപ്പോൾ എന്തിലേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എയ്ത്തീന് കിട്ടുക? അപ്പം എന്ത് നമ്മൾ ആഡ് ചെയ്യണം? C2H2 ഓർ CH ട്രിപ്പിൾ ബോണ്ട് CH ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിലേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു ബോണ്ട് പൊട്ടിയിട്ട് ഇവിടേക്കും ഒരു ഹൈഡ്രജൻ വരും, ഇവിടേക്കും ഒരു ഹൈഡ്രജൻ വരും. എന്നിട്ടാണ് നമുക്ക് ഈ എയ്ത്തീൻ മോളിക്യൂൾ കിട്ടുക. സോ നമുക്കൊരു ഈത്തൈൽ മോളിക്യൂളിനെയാണ് നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ടത്. സോ C2H2 ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following polymers is used to make the inner coating of non-stick cookware? അപ്പോൾ നിങ്ങൾ വീട്ടിലെല്ലാം യൂസ് ചെയ്യുന്നുണ്ടാണ് നോൺ സ്റ്റിക്ക് കുക്ക്വെയർസ്. അപ്പോൾ അതിലുള്ള കണ്ടൻറ്റ് എന്ന് പറയുന്നത് ടെഫ്ലോൺ ആണ്. ടെഫ്ലോൺ എന്ന് പറഞ്ഞാൽ കെമിക്കലി എന്താ? പോളിടെട്രാഫ്ലൂറോഈഥെയ്ൻ. അപ്പോൾ ടെഫ്ലോൺ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ടെഫ്ലോൺ എന്ന് പറയുന്നത് കെമിക്കൽ റെസിസ്റ്റൻ്റ് ആണ്, ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണ്, പിന്നെ ഒരു സ്മൂത്ത് സർഫേസ് പ്രൊവൈഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ അതിലെന്ത് ചെയ്യില്ല? ഫുഡ് പാർട്ടിക്കിൾസ് സ്റ്റിക്ക് ചെയ്യില്ല. അപ്പോൾ നമുക്ക് നോൺ സ്റ്റിക്ക് കുക്ക്വെയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യാം? ടെഫ്ലോൺ യൂസ് ചെയ്യാം. ടെഫ്ലോൺ ഇസ് കെമിക്കലി പോളിടെട്രാഫ്ലൂറോഈഥെയ്ൻ. ഓക്കെ, സോ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following is an example for condensation polymerization? കണ്ടൻസേഷൻ പോളിമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന പോളിമറാണ്. അപ്പോൾ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 ആൾക്കാരെ മീൻസ് നമ്മൾ കണ്ടൻസേറ്റ് ചെയ്തിട്ട് അവിടെ ചെറിയ മോളിക്യൂൾസ് എലിമിനേറ്റ് ചെയ്ത് പോവുക, ലൈക്ക് വാട്ടർ മോളിക്യൂളൊക്കെ എലിമിനേറ്റ് ചെയ്ത് പോയിട്ട് നമുക്ക് പോളിമർ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന റിയാക്ഷനാണ് കണ്ടൻസേഷൻ റിയാക്ഷൻ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ പോളിയെസ്റ്ററും നൈലോണും ആണ്. നമ്മൾ ജനറലി പറയുമ്പോൾ പോളിയെസ്റ്ററും നൈലോണും ആണ് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ ഓർ കണ്ടൻസേഷൻ പോളിമറിനുള്ള എക്സാമ്പിൾസ്. പിന്നെ പോളിത്തീന് PVC എന്നൊക്കെ പറയുന്ന അഡീഷൻ പോളിമേഴ്സ് ആണ്. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. When a hydrocarbon A containing 3 carbon atom and 8 hydrogen atom undergoes thermal decomposition, methane and compound B are formed. Identify A and B and select the correct pair. ഓക്കെ, ഒരു ഹൈഡ്രോ കാർബൺ കണ്ടെയ്നിങ് 3 കാർബൺ ആറ്റം, 3 കാർബൺ ആറ്റം ഉള്ള ഒരു ഹൈഡ്രോ കാർബൺ, 3 കാർബൺ ആറ്റും 8 ഹൈഡ്രജൻ ആറ്റും ഉള്ള ഒരു ഹൈഡ്രോ കാർബണെ നമ്മൾ തെർമൽ ഡീകമ്പോസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മീഥൈനും വേറൊരു കോമ്പൗണ്ടും കിട്ടുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ആ കോമ്പൗണ്ട് നമ്മൾ ബി എന്ന് നെയിം ചെയ്തു, ഈ ഹൈഡ്രോ കാർബണെ എ എന്ന് നെയിം ചെയ്ത്. അപ്പോൾ എ എന്ന് പറയുന്നത് എന്താ? പ്രൊപ്പൈൻ അല്ലേ. C3H8 എന്ന് പറയുമ്പോൾ CnH2n+2 ഫോർമുലല്ലേ ഉള്ളത്. അപ്പോൾ ഈ ഫോർമുല ആയതുകൊണ്ട് എന്താ? പ്രൊപ്പൈൻ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? CH3 CH2 CH3 ഇതിലേക്ക് തെർമൽ ഡീകമ്പോസിഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ കിട്ടുന്നത്?
മീഥെയിനും ബാക്കി എന്താ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ തെർമൽ ക്രാക്കിംഗ് പ്രോസസ്സാണ്. ലൈക്ക് സിമ്പിൾ ഹൈഡ്രോകാർബൺസ് ആയിട്ട് ഇതിനെ എന്ത് ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ ബാക്കി എന്താ വരിക, ഈത്തീനുമാണ് വരിക. CH2 ഡബിൾ ബോണ്ട് CH2 ആണ് വരിക. ഇതിൽ വാലൻസി കറക്റ്റ് ആവുക. ഓക്കെ, CH2 ഡബിൾ ബോണ്ട് CH2 ആണ് വരിക. അപ്പോൾ ഇതെന്ന് പറയുന്നത് മീൻസ് ഓപ്ഷൻ ഏതാ വരിക, പ്രൊപ്പൈനും വരണം ഈത്തീനും വരണം. അപ്പോൾ ഏത് പറയുന്നത് പ്രൊപ്പൈനാണ്, ബി എന്ന് പറയുന്നത് എത്തീനാണ്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബിലോ. അഡിപ്പിക് ആസിഡ് ആൻഡ് പെൻഡാമെത്തിലീൻ ഡയമൈൻ ആർ ദ മോണോമേഴ്സ് ഓഫ് നൈലോൺ 6 ആണോ? അല്ല. അഡിപ്പിക് ആസിഡ് ആൻഡ് ഹെക്സാമെത്തിലീൻ ഡയമൈൻ ആർ ദ മോണോമേഴ്സ് ഓഫ് നൈലോൺ 6 കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. നൈലോൺ 6 ഇസ് ആൻ കണ്ടൻസേഷൻ പോളിമർ. കറക്റ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നൈലോണും പോളിയസ്റ്റർ ആയിരുന്നു കണ്ടൻസേഷൻ പോളിമറിന് എക്സാമ്പിൾസ്. നൈലോൺ 6 ഇസ് ആൻ അഡീഷൻ പോളിമർ. തെറ്റാണ്. അപ്പോൾ ഇവിടുത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണ് കറക്റ്റ്? 2ഉം 3 ആണ് കറക്റ്റ് വരുന്നത്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഇതൊക്കെ സിമ്പിൾ മീൻസ് കറക്റ്റ് തിയറി തന്നെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് 1, ഹൈഡ്രോകാർബൺ ഓൺ കമ്പഷൻ ഫോംസ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ. കമ്പഷൻ ഓഫ് ഹൈഡ്രോകാർബൺ ഈസ് ആൻ എൻഡോതെർമിക് പ്രോസസ്. ഓക്കെ, അപ്പോൾ ഹൈഡ്രോകാർബൺസ് എപ്പോഴും നമ്മൾ കമ്പഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓക്സിജൻ്റെ പ്രസൻസിൽ ബേൺ ചെയ്യുക അല്ലെങ്കിൽ ഹീറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്ത് തന്നെ നമുക്ക് എപ്പോഴും പ്രൊഡക്ട്സ് ആയിട്ട് കിട്ടുക കാർബൺ ഡയോക്സൈഡും വാട്ടറാണ്. എത്ര മോളിക്യൂൾ കാർബൺ ഡയോക്സൈഡ് എത്ര മോളിക്യൂൾ വാട്ടർ എന്നുള്ളത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, നമ്മൾ ബേൺ ചെയ്യുന്ന ഹൈഡ്രോകാർബണിനെ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ ഈ കമ്പഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്, അതൊരു എക്സോതെർമിക് പ്രോസസ്സാണോ അല്ലെങ്കിൽ എൻഡോതെർമിക് പ്രോസസ്സാണ്? അതൊരു എക്സോതെർമിക് പ്രോസസ്സാണ്. മീൻസ് എനർജി റിലീസ് ചെയ്യാണ്. എനർജി നമ്മുടെ അറ്റ്മോസ്ഫിയർ എൻവിറോൺമെൻറ്റിലേക്ക് പുറത്തേക്ക് റിലീസ് ചെയ്യാണ്. എൻഡോതെർമിക് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി ഇവോൾവ് ചെയ്യുന്ന പ്രോസസ്സാണ്, അല്ലെങ്കിൽ എനർജി ഉള്ളോട്ടെടുക്കുന്ന പ്രോസസ്സാണ് എൻഡോതെർമിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇൻസ്റ്റെഡ് എക്സോതെർമിക് പ്രോസസ്സാണ് കമ്പഷൻ. എൻഡോതെർമിക് പ്രോസസ്സിൽ എനർജി യൂട്ടിലൈസ്ഡ് ആണ്, ബട്ട് ഇൻ കമ്പഷൻ എനർജി ഈസ് റിലീസ്ഡ്. സോ ഇറ്റ് ഈസ് ആൻ എക്സോതെർമിക് പ്രോസസ്സ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 എന്ന് പറയുന്നത് ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ന് പറയുന്നത് ഫോൾസ് ആണ്. അപ്പോൾ ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ട്രൂ. സോ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ. നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ദ ഫോളോയിങ് ആണ്. വാഷ് എന്ന് പറയുന്നത് എന്താ, 80 to 10%. ഓക്കെ, വാഷ് എന്ന് പറയുന്നത് എന്താ, 8 to 10% എത്തനോളിനാണ് വാഷ് എന്ന് പറയുന്നത്. ഈ റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്താ, 95.6% എത്തനോൾ. ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ 100% എത്തനോൾ ആണെങ്കിൽ ആബ്സല്യൂട്ട് ആൽക്കഹോളാണ്. പവർ ആൽക്കഹോൾ നമ്മൾ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യാറുണ്ട്. സോ SPQR ആണ് ഓപ്ഷൻ. സോ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which organic compound is prepared by the fermentation of diluted molasses? Diluted molasses ഫെർമെൻറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ഓർഗാനിക് കോമ്പൗണ്ടാണ് കിട്ടുക എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇതൊരു ഏത് ഓർഗാനിക് കോമ്പൗണ്ട്? ഓക്കെ, മൊളാഷസ് ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, ആൽക്കഹോൾ ഉണ്ടാക്കുന്ന പ്രോസസ്സാണത്, അല്ലെങ്കിൽ ഫെർമെൻറ്റേഷൻ എന്നാണ് ആ പ്രോസസ്സിനെ പറയുക. സോ എത്തനോളാണ് നമുക്ക് കിട്ടുക. സോ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1 മാർക്ക് ക്വസ്റ്റ്യൻസ് മീൻസ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ വേർഡ്സ് ആയിട്ട് എഴുതി കൊടുക്കണം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ ഫോർമേഷൻ ഓഫ് ദ എസ്റ്റർ വെൻ മെത്തനോൾ റിയാക്ട്സ് വിത്ത് എത്തനോയിക് ആസിഡ്. മെത്തനോളും എത്തനോയിക് ആസിഡും റിയാക്ട് ചെയ്യുമ്പോഴുള്ള റിയാക്ഷൻ. പിന്നെ റൈറ്റ് എനി വൺ ഓഫ് ദ യൂസസ് ഓഫ് എസ്റ്റർ. ഓക്കെ, എസ്റ്റർ ഫോർമേഷൻ നോക്കാം. മെത്തനോൾ CH3OH, എത്തനോയിക് ആസിഡ് CH3COH. അപ്പോൾ ഇത് രണ്ടും റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് OHും ഇവിടുന്ന് Hഉം റിയാക്ട് ചെയ്തിട്ട് വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്യും. ബാക്കിയുള്ളത് എഴുതി കൊടുക്കുക. CH3COOCH3 മീഥൈൽ അല്ലേ, മീഥൈൽ എത്തനോയേറ്റ് എന്നാണ് ഇതിനെ പറയുക. മീഥൈൽ എത്തനോയേറ്റ്. ഇനി എസ്റ്ററിൻ്റെ യൂസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ പെർഫ്യൂംസ് ഉണ്ടാക്കാനും ആർട്ടിഫിഷ്യൽ ഫ്ലേവറിങ് ഏജൻറ്റ്സ് ഉണ്ടാക്കാനുമാണ് നമ്മൾ എസ്റ്റർ മെയിൻലി യൂസ് ചെയ്യുന്നത്. എസ്റ്റർ തന്നെ ഒരു പ്ലസൻറ്റ് ഫ്രൂട്ടി സ്മെല്ലാണ് ഉണ്ടാവുക. അപ്പോൾ എസ്റ്ററിൻ്റെ ഫോർമേഷൻ എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ കഴിഞ്ഞിട്ട് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ നമ്മൾ സ്മെല്ലാണ് ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യുക. ഒരു പ്ലസൻറ്റ് ഫ്രൂട്ടി സ്മെല്ലുണ്ടെങ്കിൽ അതിനർത്ഥം അവിടെ എസ്റ്റർ ഫോം ആയിട്ടുണ്ട് എന്നാണ്. സോ ദേ ആർ യൂസ്ഡ് ഇൻ ആർട്ടിഫിഷ്യൽ പെർഫ്യൂംസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഫ്ലേവറിങ് ഏജൻറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
വാട്ട് ഈസ് എസ്റ്ററിഫിക്കേഷൻ? റൈറ്റ് ദ നെയിം ഓഫ് ദ എസ്റ്റർ പ്രസൻറ്റ് ഇൻ ജാസ്മിൻ. റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. എസ്റ്ററിഫിക്കേഷൻ ഈ ചാപ്റ്ററിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയ കൂടിയാണ്. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എസ്റ്ററിഫിക്കേഷൻ എന്താണ്. സോ ആൽക്കഹോൾ പ്ലസ് ആസിഡ്, എസ്റ്റർ പ്ലസ് വാട്ടർ, അങ്ങനെയാണ് ഉണ്ടാവുക. അത് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ കൂടി നിങ്ങൾ എഴുതി കൊടുക്കുക. നമുക്ക് നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ട എക്സാമ്പിൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ എസ്റ്ററിഫിക്കേഷൻ ഇസ് എ റിയാക്ഷൻ ബിറ്റ്വീൻ ആൽക്കഹോൾ ആൻഡ് കാർബോക്സിലിക് ആസിഡ് ടു ഫോം എസ്റ്റർ ആൻഡ് വാട്ടർ. ഇനി ജാസ്മിനിലുള്ള എസ്റ്റർ എന്ന് പറയുന്നത് ബെൻസൈൽ എത്തനോയിറ്റ് ആണ്. അതായത് ഇപ്പോൾ ഒരു ബെൻസോയിക് ആസിഡിനെയും പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു എത്തനോളിനെയും കൂടി റിയാക്ട് ചെയ്തിട്ട് കിട്ടുകയാണ് നമുക്ക് ബെൻസൈൽ എത്തനോയിറ്റ്. സോ എസ്റ്റർ ഇൻ ജാസ്മിൻ ഇസ് ബെൻസൈൽ എത്തനോയിറ്റ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, കീപ്പ് ഇൻ മൈൻഡ്. ഓക്കെ, അടുത്ത ദിവസം നോക്കാം. എക്സ്പ്ലെയിൻ ദ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് മെത്തനോൾ. മെത്തനോൾ എങ്ങനെയാണ് ഇൻഡസ്ട്രിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുക. പിന്നെ റൈറ്റ് എനി വൺ യൂസ് ഓഫ് മെത്തനോൾ. ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് മെത്തനോൾ നോക്കുന്ന സമയത്ത് കാർബൺ മോണോക്സൈഡ് എടുക്കുക. കാർബൺ മോണോക്സൈഡിലേക്ക് നമ്മൾ ഹൈഡ്രജൻ ഗ്യാസ് പാസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, മെത്തനോൾ കിട്ടും. ലാർജ് എമൗണ്ടിൽ കിട്ടും, കോസ്റ്റ് എഫക്റ്റീവ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇൻഡസ്ട്രിയലി ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെത്തനോൾ പ്രോസസ്സ് ചെയ്യുന്നത്. ഇനി ഒരു യൂസ് ഓഫ് മെത്തനോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ യൂസ് ചെയ്യുകയെന്ന് വെച്ചാൽ മേക്കിംഗ് ഫോർമാൽഡിഹൈഡ്. ഫോർമാൽഡിഹൈഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോർമാൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ HCHO ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റോ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യാൻ മെത്തനോളാണ്. പിന്നെ മേക്കിംഗ് പെയിൻറ്റ്സ് ആൻഡ് വാർണിഷസ്, വാർണിഷസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, മെത്തനോൾ യൂസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ദ കെമിക്കൽ റിയാക്ഷൻ ഗിവൺ ബിലോ റൈറ്റ് ദ സ്റ്റെപ്സ് ഇൻ കറക്റ്റ് ഓർഡർ ഫോർ ദ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് എത്തനോൾ. ഇപ്പോൾ ഓൾറെഡി സ്റ്റെപ്പ് തന്നിട്ടുണ്ട്, ഇതിനൊന്നും നമ്മൾ റീഓർഡർ ചെയ്യണം. ഓക്കെ, റീഓർഡർ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യണം, മൊളാഷസ് എടുക്കുക. മൊളാഷസ് എടുത്തിട്ട് അതിലേക്ക് ഈസ്റ്റ് ആഡ് ചെയ്യുക. ഈസ്റ്റ് ഈസ് ആഡഡ് ടു ദ മൊളാഷസ്. പിന്നെ എന്ത് ചെയ്യും, ഇൻവേർട്ടേഴ്സ് കൺവേർട്ട്സ് സുക്രോസ് ഇൻ ടു ഗ്ലൂക്കോസ് പ്ലസ് ഫ്രക്ടോസ്. ഗ്ലൂക്കോസ് പ്ലസ് ഫ്രക്ടോസ് ആക്കി മാറ്റും ഇൻവേർട്ടേഴ്സ് എന്ന് പറഞ്ഞ എൻസൈം. പിന്നെ സൈമേസ് കൺവേർട്ട്സ് ഷുഗേഴ്സ് ഇൻ ടു വാഷ്. ദെൻ വാഷ് ഡിസ്റ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്തനോൾ കിട്ടും. അപ്പോൾ കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത് BACD. ഫസ്റ്റ് B, പിന്നെ A, പിന്നെ CD. അങ്ങനെയാണ് കറക്റ്റ് ഓർഡർ വരുന്നത് എന്തിൻ്റെ ഈ മീൻസ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് എത്തനോളിൻ്റെ പ്രിപ്പറേഷൻ. ഓക്കെ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. കാർബൺ മോണോക്സൈഡ് റിയാക്ട്സ് വിത്ത് മെത്തനോൾ ഇൻ ദ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് ടു പ്രൊഡ്യൂസ് A. കാർബൺ മോണോക്സൈഡ് മെത്തനോളായിട്ട് റിയാക്ട് ചെയ്യുമ്പം കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ A നമുക്ക് കിട്ടും. ഐഡൻറ്റിഫൈ ദ കോമ്പൗണ്ട് A, റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻ. കാർബൺ മോണോക്സൈഡ് മെത്തനോളുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എന്താ കിട്ടുക, മെത്തനോൾ എന്ന് പറഞ്ഞാൽ CH3OH. എത്തനോയിക് ആസിഡാണ് നമുക്ക് പ്രൊഡക്റ്റായിട്ട് കിട്ടുക. ഓക്കെ, ഈ റിയാക്ഷനും എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടെ വരുന്ന റിയാക്ഷൻ. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദിസ് റിയാക്ഷൻ. ഐഡൻറ്റിഫൈ ദ കോമ്പൗണ്ട് A എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്തനോയിക് ആസിഡ്. കോമ്പൗണ്ട് A ഈസ് എത്തനോയിക് ആസിഡ്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അടുത്തത് നോക്കാം. 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. CH triple bond CH plus H2 gives A. Identify A. Write the product obtained when A undergoes the following reaction. Okay. ട്രിപ്പിൾ ബോണ്ടിലേക്ക് നമ്മൾ ഹൈഡ്രജൻ ആഡ് ചെയ്യുമ്പോൾ അവിടെ എന്താ നടക്കുന്നത്, ഇവിടെ നടക്കുന്നത് അഡീഷൻ റിയാക്ഷനാണ്. ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യും, ഇവിടേക്കൊരു ഹൈഡ്രജൻ വരും, ഇവിടേക്കൊരു ഹൈഡ്രജൻ, ഈത്തീന് കിട്ടും. CH2 ഡബിൾ ബോണ്ട് CH2. ഇനി റൈറ്റ് ദ പ്രൊഡക്ട്സ് ഒബ്റ്റെയിൻഡ് വെൻ A അണ്ടർഗോ ദ ഫോളോയിങ് റിയാക്ഷൻ. അപ്പോൾ ഇതാണല്ലോ A. ഇനി എയിലേക്ക് നമ്മൾ HCl ആഡ് ചെയ്യാമെന്ന് വിചാരിക്കാം. എയിലേക്ക് നമ്മൾ HCl ആഡ് ചെയ്യാം. എയിലേക്ക് HCl ആഡ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ഒരു ഭാഗത്തേക്ക് ഹൈഡ്രജൻ ഒരു ബോണ്ടും കൂടെ പെട്ടും, അതിലൊരു ഭാഗത്ത് ഹൈഡ്രജൻ വരും, ഒരു ഭാഗത്ത് ക്ലോറിൻ വരും. അപ്പോൾ ഇതെന്തായിട്ട് മാറും, CH3 CH2 Cl. നമുക്ക് എന്ത് പറയാം, ക്ലോറോ ഈഥെയ്ൻ എന്ന് പറയാം. ഓക്കെ, പിന്നെ Na gives C. അതായത് Na gives C. അതായത് ഇതിനെ നമ്മൾ പോളിമറൈസ് ചെയ്യുകയാണെങ്കിൽ, പോളിമറൈസേഷൻ റിയാക്ഷൻ, ഈഥൈനെ നമ്മൾ പോളിമർ ചെയ്തിട്ട് ഈഥൈൻ്റെ കുറേ മോളിക്യൂളിനെ നമ്മൾ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക, പോളി എത്തീനാണ് കിട്ടുക. പോളി എത്തീൻ എന്ന് പറഞ്ഞൊരു പോളിമറാണ് നമുക്ക് കിട്ടുക. അതാണ് പോളിമറൈസേഷൻ റിയാക്ഷൻ. ഓക്കെ, ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് അഡീഷൻ പോളിമർ. അഡീഷൻ പോളിമറിന് എക്സാമ്പിൾ അല്ലാത്തത് ഏത്? നൈലോൺ 6 ആണ് അഡീഷൻ പോളിമറിന് എക്സാമ്പിൾ അല്ലാത്ത വരുന്നത്. നൈലോൺ 6 എന്താണ്, ഒരു കണ്ടൻസേഷൻ പോളിമറാണ്. ഓക്കെ,
റൈറ്റ് ദി സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ മോണോമേഴ്സ് ഓഫ് നൈലോൺ. ഓക്കെ, നൈലോൺ 6 ഒരു കണ്ടൻസേഷൻ പോളിമറാണ്. മോണോമർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ കണ്ടതാണ്, എക്സാമെത്തിലിൻ ഡയമീനും അഡിപ്പിക് ആസിഡുമാണ്. ഓക്കെ, when ethyl alcohol reacts with a carboxylic acid containing 2 carbon atom in the presence of concentrated H2SO4, a fragrant compound is obtained. എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ എസ്റ്റർ ഉണ്ടാവുന്നുണ്ട്. വാട്ട് ഈസ് ദ കോമൺ നെയിം ഓഫ് ദ പ്രൊഡക്റ്റ് ഫോം? എസ്റ്റർ എന്ന് പറയും. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഫോർ ദിസ് റിയാക്ഷൻ. റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദ പ്രൊഡക്റ്റ്. ഓക്കെ, എത്തനോൾ എത്തനോയിക് ആസിഡായിട്ട് റിയാക്ട് ചെയ്താൽ ഉണ്ടാവുന്നത് എസ്റ്റർ ആണ്. അവിടുത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത് CH3COH എത്തനോയിക് ആസിഡ്, C2H5OH അതായത് CH2OH എന്നത് കണ്ടൻസ്ഡ് ഫോമിൽ എഴുതിയതാണ്. മീൻസ് എത്തനോൾ തന്നെയാണ്. എത്തനോളുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഈഥൈൽ എത്തനോയേറ്റ്. എസ്റ്റർ ആണ് ഉണ്ടാവുക. അതിന് നെയിം ചെയ്യുക ഈഥൈൽ എത്തനോയേറ്റ്. ഇത് എത്തനോയേറ്റ്, ഈഥൈൽ എത്തനോയേറ്റ്. അപ്പോൾ IUPAC നെയിം വരുന്നത് ഈഥൈൽ എത്തനോയേറ്റ് എന്നാണ്. ഓക്കെ, ഇനി നമുക്ക് 4 മാർക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഐഡൻറ്റിഫൈ A and B ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ. അപ്പോൾ എയും ബിയും ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇവിടെ തന്നിരിക്കുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈഡ്രോ കാർബൺ ഓക്സിജൻ്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് ഇവിടെ ഒരു കമ്പഷൻ റിയാക്ഷനാണ് നടക്കുന്നത്. കമ്പഷൻ റിയാക്ഷൻ്റെ ബൈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഓൾവേസ് കാർബൺ ഡയോക്സൈഡും വാട്ടറും ഹീറ്റുമാണ്. അപ്പോൾ എക്സോതെർമിക് റിയാക്ഷനാണ്, സോ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. സോ എ എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡാണ്. ഇനി അടുത്തത് തെർമൽ ക്രാക്കിംഗ് പ്രോസസ്സാണ്. കമ്പഷനാണ് തെർമൽ ക്രാക്കിംഗ്. തെർമൽ ക്രാക്കിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഹൈഡ്രോ കാർബണിനെ എന്ത് ചെയ്യാണ്, സ്മോൾ ഹൈഡ്രോ കാർബൺസ് ആക്കി മാറ്റുവാണ്. അപ്പോൾ C4H10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു ആൽക്കെയിനാണ്. ആൽക്കെയിനെ നമ്മൾ തെർമൽ ക്രാക്കിംഗ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? ഫസ്റ്റ് ഓഫ് ഓൾ മീഥേൻ ഉണ്ടാവും, ബാക്കി C3H6 മീൻസ് ഒരു എത്തീനാണ് ഉണ്ടാവുക. ഒരു എത്തീൻ മോളിക്യൂളാണ് ഉണ്ടാവുക. ഓക്കെ, ഇവിടെ 3 കാർബൺ ഉണ്ടായതുകൊണ്ട് ഇത് പ്രൊപ്പീൻ എന്ന് പറയാം. എയും ബിയും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കമ്പഷൻ ആൻഡ് തെർമൽ ക്രാക്കിംഗ്. കമ്പഷനും തെർമൽ ക്രാക്കിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. കമ്പഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കേഴ്സ് വിത്ത് ഓക്സിജൻ, ഓൾവേസ് ഓക്സിജൻ്റെ പ്രസൻസിലാണ് നടക്കുക. പ്രൊഡ്യൂസേഴ്സ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ മോളിക്യൂൾ. ഈ തെർമൽ ക്രാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കേഴ്സ് വിത്തൗട്ട് ഓക്സിജൻ, ഓക്സിജൻ്റെ പ്രസൻസ് വേണം എന്നുള്ളത് എസെൻഷ്യൽ അല്ല. ഒക്കേഴ്സ് വിത്തൗട്ട് ഓക്സിജൻ ആണ്. ബ്രേക്സ് ലാർജ് ഹൈഡ്രോ കാർബൺസ് ഇൻ ടു സ്മോളർ വൺസ് ആക്കി മാറ്റും. ഓക്കെ, ഇനി മീഥേൻ ഇസ് യൂസ്ഡ് ആസ് എ ഫ്യൂവൽ, ഗിവ് റീസൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബിക്കോസ് കമ്പഷൻ ഓഫ് മീഥേൻ പ്രൊഡ്യൂസസ് ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി. മീഥേനെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബേൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി വേണം. അപ്പോൾ ഫ്യൂവൽസ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യണം. സോ മീഥേൻ ഇസ് യൂസ്ഡ് ആസ് എ ഫ്യൂവൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. C12H22O11 plus H2 gives C6H12O6 plus A. പിന്നെ വേറൊരു റിയാക്ഷൻ തന്നിട്ടുണ്ട്, ഗ്ലൂക്കോസിൻ്റെ റിയാക്ഷനാണ്. C6H12O6 gives B plus CO2. ഐഡൻറ്റിഫൈ A and B. How is rectified spirit obtained from wash? What is power alcohol? അപ്പം മേലെ തന്നിരിക്കുന്നത് ഒരു ഫെർമെൻറ്റേഷൻ റിയാക്ഷനാണ്. ഇതെന്ന് പറയുന്നത് ഒരു സൂക്രോസ് മോളിക്യൂളാണ്. സൂക്രോസ് മോളിക്യൂളിലേക്ക് നമ്മൾ വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താ ഉണ്ടാവുക? ഗ്ലൂക്കോസും ഫ്രക്ടോസും ആണ് ഉണ്ടാവുക. സോ എ എന്ന് പറയുന്നത് ഫ്രക്ടോസ് ആണ്. ഇനി ഗ്ലൂക്കോസ് മോളിക്യൂളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? ഗ്ലൂക്കോസ് മോളിക്യൂളിനെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് കാർബൺ ഡയോക്സൈഡും എത്തനോളും ആയിട്ടാണ് മാറുന്നത്. സോ എത്തനോൾ മീൻസ് C3CH2OH. അപ്പോൾ എ എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആണ്, ബി എന്ന് പറയുന്നത് എത്തനോളാണ്. ഇനി എന്താണ് റെക്ടിഫൈഡ് സ്പിരിറ്റ് എങ്ങനെയാണ് വാഷിന് ഉണ്ടാക്കുന്നത്? വാഷിനെ നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് റെക്ടിഫൈഡ് സ്പിരിറ്റ് കിട്ടുക. വാഷിനെ നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെക്ടിഫൈഡ് സ്പിരിറ്റ് കിട്ടും. അതിലൊക്കെ മീൻസ് പെർസെൻറ്റേജ് ഓഫ് എത്തനോളുള്ള ഡിഫറൻസ് ആണ് ഇതിന് ഡിഫറെൻറ്റ് നെയിം കൊടുക്കുന്നത്. ഇനി വാട്ട് ഈസ് പവർ ആൽക്കഹോൾ? പവർ ആൽക്കഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിക്സ്ചർ ഓഫ് 20% ആൽക്കഹോൾ ആൻഡ് 80% ഓഫ് പെട്രോൾ യൂസ്ഡ് ഇൻ ഫ്യൂവൽസ് ആയിട്ടാണ് നമ്മൾ പവർ ആൽക്കഹോൾ യൂസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു മിക്സ്ചർ എന്ന് പറയുന്നത് 20% ആൽക്കഹോളും 80% പെട്രോളും ആണ്.
ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ എന്നുള്ള ഓൾമോസ്റ്റ് എവറി ഏരിയ നമ്മൾ കവർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ഒന്നും കൂടി സോൾവ് ചെയ്തിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ വീണ്ടും കാണാം. അൺടിൽ ദെൻ ബൈ.